ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്തു തരുന്നത് നമ്മളെ ഇഗ്നോയിലെ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. വീട്ടിലിരുന്ന് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ കംപ്ലീറ്റ് സ്റ്റെപ്പ് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്യാഷ് പോവുകയും എന്നാൽ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആവാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, എറർ സംഭവിക്കുമെന്ന് പേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഇൻസ്റ്റ വഴി നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ PG എടുക്കുകയാണെങ്കിൽ 2 വർഷമായിരിക്കും. അതിൽ ഫസ്റ്റ് ഇയറിൻ്റെ രജിസ്ട്രേഷൻ ആയിരിക്കും നമ്മൾ ആദ്യം ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ സെക്കൻഡ് ഇയറിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും ഇതിന് റിലേറ്റീവ്സ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ മറ്റുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫർമേറ്റീവ് വീഡിയോസ് നിങ്ങളുടെ മൊബൈലിലോട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ലിങ്ക്, അതായത് സൈറ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് നിങ്ങൾക്ക് എത്താവുന്നതാണ്. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും അതുപോലെ തന്നെ ഈ ഒരു ക്യാപ്ഷയും കൂടി ഈ ഒരു ബോക്സിൽ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പം ഇത് യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്റ്റുഡൻറ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പം അതും ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അപ്പം നമ്മൾ വെബ്സൈറ്റിലോട്ട് ഇതിന്റെ നേരെ നമ്മൾ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ കോഴ്സോടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ മാസ്റ്റർ ഓഫ് അറബിക് ആർട്സ്, ഓക്കെ, അപ്പോൾ അതാണ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കോഴ്സ് ഏതാണോ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിന് ക്ലിക്ക് ഹെർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ അക്കാദമിക് ഇയർ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സെന്റർ കാണിക്കുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഇവിടെ മെയിൻ പേജിലോട്ട് വന്നിട്ടുണ്ട്. ശേഷം നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട്, അതായത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ 4 സബ്ജക്റ്റ് ആണ് ഉള്ളത് ഈ ഒരു കോഴ്സിന്. ഇപ്പോൾ നിങ്ങളുടെ കോഴ്സിന് അതിനനുസരിച്ചുള്ള സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. നമുക്കിവിടെ 4 സബ്ജക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ 2ാമത്തെ ഇയറും കൂടി നമുക്ക് 4 സബ്ജക്റ്റ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ഹെയർ ടു സെലക്ട് യുവർ കോഴ്സ് എന്ന ബട്ടൺ കാണാൻ പറ്റും. നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് 2ാമത് ഇയർ വരുന്ന 4 കോഴ്സും 4 സബ്ജക്റ്റുകളും നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു 2 രീതിയിൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഇയറിന്റെ നമുക്ക് ഇത് ചെയ്യുന്നത് രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ 2 രീതി എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ബുക്ക് ലഭിക്കാറുണ്ട് നമ്മുടെ പോസ്റ്റ് വഴി ആയിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ പുസ്തകം ഇല്ലാതെ, നമുക്ക് പുസ്തകം വേണ്ട എന്ന് വെച്ചുകൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനാകുമ്പോൾ നമുക്ക് കുറച്ച് എമൗണ്ട് കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് നമുക്കിപ്പോൾ ബുക്ക് വേണം, ഫിസിക്കലി നമുക്ക് പോസ്റ്റ് വഴി ബുക്ക് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പുസ്തകം വേണ്ട എന്ന രീതിയിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ടിന്റെ, അതായത് ഫുൾ ആയിട്ട് വരുന്ന എമൗണ്ടിന്റെ 15% ഡിസ്കൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്ത് കൊടുത്താൽ മതി. 15% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. 2ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റഡി മെറ്റീരിയൽ പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ പോസ്റ്റ് വഴി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഒരു ഓപ്ഷനാണ്. അതിപ്പം നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് വരുന്നുണ്ട്. 5,900 രൂപയാണ് ഈ ഒരു കോഴ്സിന്. നിങ്ങളുടെ കോഴ്സിന് ചിലപ്പം 10-12 രൂപയ്ക്ക് ഉണ്ടായിരിക്കാം, ഓരോ കോഴ്സിനും അനുസരിച്ചായിരിക്കും. അപ്പോൾ മാസ്റ്റർ ഓഫ് ആർട്സ് അറബിക്കിൽ വരുന്നത് 5,900 ആണ് പുസ്തകം വന്നുകൊണ്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പുസ്തകം വേണ്ട എന്നുണ്ടെങ്കിൽ 15% ഡിസ്കൗണ്ടിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഞാനിപ്പം അതാണ് ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. എനിക്ക് പുസ്തകം വേണ്ട. ഓക്കെ, അങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കാണാം. ഓക്കെ, 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പേ ഫീ പേയ്മെന്റ് ഗേറ്റ് വേ IDBIA, 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്നത് 1ാമത്തെ ഓപ്ഷൻ, അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ എല്ലാവരുടെ മൊബൈലിലും ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള UPI ആപ്ലിക്കേഷൻ ഉള്ളതോടുകൂടി നമുക്ക് സിമ്പിളായിക്കൊണ്ട് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ HDFC ബാങ്കിന്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേ വിത്ത് എന്ന് കാണാൻ പറ്റും. നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് UPI എന്ന ഭാഗം ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കട്ടെ. ഈ ഒരു ഭാഗം UPI കാണാൻ പറ്റും. നിങ്ങൾ ആ ഒരു UPI എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളെല്ലാവരും പോപ്പുലറായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പേ. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ പേ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം ഗൂഗിൾ പേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗൂഗിൾ പേയുടെ UPI ID ഞങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യേണ്ട ഒരു പേജ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് UPI കാണാൻ സാധിക്കും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എൻ്റെ മൊബൈലിലെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്.
അവിടെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഓപ്പൺ ആയി വരുന്ന സമയത്ത് തന്നെ നമുക്ക് മെയിൻ ഈ വിൻഡോയിൽ നമ്മുടെ UPI ID കാണാൻ പറ്റും. ഇതാണ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. മെയിൻ പേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് UPI ID കാണാൻ പറ്റും. നിങ്ങൾ അതിന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം കോപ്പിയുടെ ബട്ടൺ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കോപ്പി ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് വന്നതിന് ശേഷം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഏറ്റവും മുതൽക്കുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്ത് ഒഴിവാക്കുക. ഈ ഒരു ഭാഗം മാത്രം മതി. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഞാൻ എൻ്റെ ഓക്കെ ആക്സിസ് ആണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എൻ്റെ ഓക്കെ ആക്സിസ് കൊടുക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങളുടെ ചിലപ്പം ഓക്കെ SBI ആയിരിക്കും, അല്ലെങ്കിൽ ഓക്കെ HDFC ആയിരിക്കും. അതൊക്കെ എങ്ങനെയാണ് ജസ്റ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ ഇതുപോലെ UPI ID കാണാൻ പറ്റും. അതിന്റെ അവസാനത്തെ അതിനുശേഷം വരുന്നത് ഏതാണോ അതാണ് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം എൻ്റെ ഓക്കെ ആക്സിസ് ആയതുകൊണ്ട് ഞാൻ അവിടെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം വെരിഫൈ എന്ന് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ UPI ID വെരിഫൈ ആയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഗ്രീൻ മാർക്ക് വന്നിട്ടുണ്ട്. പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതോടുകൂടി നമുക്ക് ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ഗൂഗിൾ പേ. അപ്പം നമുക്ക് ഇപ്പോൾ ഗൂഗിൾ പേയിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നു. ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. നേരെ ഈ പേജിലോട്ട് വരുന്നതായിരിക്കും. ശേഷം നിങ്ങൾക്ക് പേ എന്ന ബട്ടൺ കാണാൻ പറ്റും. ഇത് പേയ്മെന്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ UPI പിൻ നമ്പറൊക്കെ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത് പേയ്മെന്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ടിക്ക് മാർക്ക് വരും. ഓക്കെ, അങ്ങനെ ഞാനിവിടെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ശേഷം നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, റീസെന്റിൽ വരിക. റീസെന്റ് വന്നതിന് ശേഷം ഈ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയി നിൽക്കുക. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലോഡിങ് വരുന്നതായിരിക്കും. നമ്മുടെ പേയ്മെന്റ് ഇവിടെ 100% സക്സസ്ഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് പ്രിന്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ക്ലിക്ക് ഹിയർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു മുകളിലായിട്ട് ഒരു ഗ്രീൻ ബട്ടൺ കാണാൻ പറ്റും പ്രിന്റിന്റെ. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, PDF ആയിട്ട് ഇതിന്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് സ്വന്തമായിട്ട് സിമ്പിൾ ആയിക്കൊണ്ട് 100% സക്സസ്ഫുൾ ആയിക്കൊണ്ട് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നും ഇഗ്നോ റിലേറ്റീവ്സ് ആയിട്ടുള്ളതും മറ്റു ഉപകാരമുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഗയ്സ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം ഇതുവരെ കാണാൻ പറ്റും നമുക്ക് അത് ആദ്യത്തെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 4 സബ്ജക്റ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയറിന്റെ രജിസ്ട്രേഷൻ കൂടി കംപ്ലീറ്റ് ചെയ്ത സമയത്ത് നമുക്കിവിടെ 8 സബ്ജക്റ്റുകൾ ടോട്ടലി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.